ഞാൻ രാജൻ, എൻ്റെ വീട് കിഴക്കമ്പലാണ്. പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്. എവിടെയായിരുന്നു? ഞാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിലായിരുന്നു ലാസ്റ്റ്. അവിടെ നിന്നാണ് വരുന്നത്. ഞാനൊരു 3 kV സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 പേരെ വിളിച്ചായിരുന്നു. അത് ഓഫ് ഗ്രിഡ് ആയിരുന്നു? ഓഫ് ഗ്രിഡ് അല്ല, ഓൺ ഗ്രിഡിനാണ് ആദ്യം വിളിച്ചത്. ഓൺ ഗ്രിഡിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്ന് സൈറ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചോലയുണ്ട്, ഒരു 9:30 മുതലാണ് നമുക്ക് കിട്ടുള്ളൂ, വെയിൽ കിട്ടുള്ളൂ. ഒരു 3-3:30-4 മണിയാകുമ്പോഴത്തേക്കും ഷൈഡ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 8 യൂണിറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പ്രവീണിനെ വിളിച്ചു. പ്രവീണായിട്ട് ബന്ധപ്പെട്ട് പ്രവീണിനോട് പറഞ്ഞു ഓഫ് ഗ്രിഡ് ചെയ്യാം, ഓൺ ഗ്രിഡ് വേണ്ട. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പ്രവീണിനെ വിളിച്ചു. പ്രവീൺ എല്ലാ സാധനമായിട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രവീൺ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഇത് കിട്ടുമെന്ന് പറഞ്ഞു. 12 യൂണിറ്റ് എങ്ങനെയായാലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഞാൻ ഓഫ് ഗ്രിഡ് മാറ്റിയിട്ട് അന്ന് തന്നെ ഇവർ മറ്റുള്ള സെറ്റപ്പ് ചെയ്ത് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു അന്ന് 2 ദിവസം കൊണ്ട് ഓൺ ഗ്രിഡ് ചെയ്ത് തീർത്ത് തന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കൊരു 15 യൂണിറ്റ് ആദ്യത്തെ ദിവസം കിട്ടി, പിന്നെ അടുത്ത ദിവസം 14 യൂണിറ്റ് കിട്ടി. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ പ്രഭാകരൻ. നെസ്ഡേനോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മളൊരു 3 kW ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 3.3 റേഞ്ച് നമ്മൾ പാനൽ വാർഡ്സ് വെച്ച് 3.3യുടെ തന്നെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു 15 യൂണിറ്റോളം, 15 മുതൽ ഒരു 15, 16, 17 യൂണിറ്റ് ആ റേഞ്ചിലേക്കൊക്കെ പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തൊരു സൈറ്റാണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിവിടെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് 3 kVയുടെ സിസ്റ്റമായിട്ട് ഒരു 2 ബാറ്ററി, അതിൽ 2 പാനൽ വെച്ചിട്ട് 200 H 2 ബാറ്ററി ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു സൈറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള നമ്മുടെ കസ്റ്റമർക്ക് ഓൺ ഗ്രിഡും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പ് വേറെ ടീമൊക്കെ നമുക്ക് ഇവിടെ ഓൺ ഗ്രിഡ് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. പക്ഷേ 8 യൂണിറ്റ് 9 യൂണിറ്റിൻ്റെ അടുത്തൊക്കെ പ്രൊഡക്ഷൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കാര്യം ഒഴിവാക്കി. പിന്നെ നമ്മളിവിടെ വന്ന് സൈറ്റ് നോക്കിയപ്പോഴാണ് അത്രത്തോളം ഒരു പ്രശ്നമില്ല. നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ഏകദേശം 12 യൂണിറ്റേലും പ്രൊഡക്ഷൻ കിട്ടും എന്നുള്ള രീതിയിൽ ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്കൊരു 3-4 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, എത്രത്തോളം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, നമ്മൾ പറഞ്ഞ രീതിയിൽ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെന്തായാലും ഫസ്റ്റിന് നമ്മുടെ കസ്റ്റമറായിട്ടുള്ള രാജൻ സാർ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ പരിചയപ്പെടുത്തുക നമ്മളെ പ്രേക്ഷകർക്ക്. ഞാൻ രാജൻ, എൻ്റെ വീട് കിഴക്കമ്പലാണ്. ഞാനൊരു 3 kV സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 പേരെ വിളിച്ചായിരുന്നു. അത് ഓഫ് ഗ്രിഡ് ആയിരുന്നു? ഓഫ് ഗ്രിഡ് അല്ല, ഓൺ ഗ്രിഡിനാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ ഓൺ ഗ്രിഡിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരൊന്ന് സൈറ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചോലയുണ്ട്, ഒരു 9:30 മുതലാണ് നമുക്ക് കിട്ടുള്ളൂ, വെയിൽ കിട്ടുള്ളൂ. ഒരു 3-3:30-4 മണിയാകുമ്പോഴത്തേക്കും ഷൈഡ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 8 യൂണിറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പ്രവീണിനെ വിളിച്ചു. പ്രവീണായിട്ട് ബന്ധപ്പെട്ട് പ്രവീണിനോട് പറഞ്ഞു ഓഫ് ഗ്രിഡ് ചെയ്യാം, ഓൺ ഗ്രിഡ് വേണ്ട. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പ്രവീണിനെ വിളിച്ചു. പ്രവീൺ എല്ലാ സാധനമായിട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രവീൺ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഇത് കിട്ടുമെന്ന് പറഞ്ഞു. 12 യൂണിറ്റ് എങ്ങനെയായാലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഞാൻ ഓഫ് ഗ്രിഡ് മാറ്റിയിട്ട് അന്ന് തന്നെ ഇവർ മറ്റുള്ള സെറ്റപ്പ് ചെയ്ത് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു അന്ന് 2 ദിവസം കൊണ്ട് ഓൺ ഗ്രിഡ് ചെയ്ത് തീർത്ത് തന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കൊരു 15 യൂണിറ്റ് ആദ്യത്തെ ദിവസം കിട്ടി, പിന്നെ അടുത്ത ദിവസം 14 യൂണിറ്റ് കിട്ടി. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. പിന്നെ ഈ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും തമ്മിലൊക്കെ കമ്പാരിസൺ നടത്തിയിട്ടുണ്ടായിരുന്നോ? ഓൺ ഗ്രിഡ് ഇപ്പോൾ ഓഫ് ഗ്രിഡ് ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം നമുക്ക് ഫുൾ ലോഡ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 3 kV ആകുമ്പോഴും ഫുൾ ലോഡ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പകലുള്ള സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ രാത്രി, ഇതിപ്പോൾ ഏത് സമയത്തും നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് നമുക്ക് അതിൽ ഡിഡക്ട് ചെയ്ത് പോകുന്നുള്ളൂ. നമുക്ക് വേറെ
ചിലവുകൾ വരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാ മാസം റീഡിങ് വരുന്നുണ്ട്. ഓക്കെ, സാറിന് പ്രൊഫഷനും കൂടി ഒന്ന് പറയൂ. മുമ്പ് ഞാൻ പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്. എവിടെയായിരുന്നു? ഞാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിലായിരുന്നു ലാസ്റ്റ്. അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചില ദിവസങ്ങളിൽ ചില സമയത്ത് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലും മക്കളൊപ്പം പിള്ളേരൊക്കെ അമേരിക്കയിലും ഒക്കെ ആണ്. അപ്പോൾ മോളുടെ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫ് ഗ്രിഡ് ആകുമ്പോൾ നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വീക്കാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ഓൺ ഗ്രിഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ആ യൂണിറ്റ് നമുക്ക് KSEBിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന് എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് അതുകൊണ്ട് നഷ്ടം വരുന്നില്ലല്ലോ. അതെ അതെ അതെ. ഓഫ് ഗ്രിഡ് ആകുമ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങളും വരുമല്ലോ. അതെ അതെ. ബാറ്ററി എല്ലാം നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാനും പറ്റില്ല. എന്നാൽ പിന്നെ ഈ നഷ്ടങ്ങൾ വരികയും ചെയ്യും. ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ബാറ്ററി ലൈഫ് പോവുകയും ചെയ്യും. അതെ. പിന്നെ ഇപ്പോൾ ഇതുപോലെ സോളാറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളെ സജഷൻ എന്തെങ്കിലും കൊടുക്കുക? സോളാർ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഊർജ്ജം നമ്മൾ നശിപ്പിച്ച് കളയരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിനും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. നമ്മുടെ എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യമല്ലേ. കാരണം നമ്മുടെ പ്രകൃതി നമുക്ക് ഇതുപോലെ വെയിലൊക്കെ തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ സംഭവം. അതെ അതെ അതെ. കറണ്ട് ഉപയോഗിക്കുമ്പോൾ അത്രയും കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും. നമ്മളിപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒഴിവാക്കി. ഇപ്പൊ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റൗ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ പാത്രവും അതിനകത്ത് വയ്ക്കാം. നമുക്ക് ഗ്യാസ് എല്ലാം ഒഴിവാക്കല. അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം. മൈക്രോവേവ് ഓവനൊക്കെ ഒരു 4-5 വർഷം കൊണ്ട് മുതലാക്കി എടുക്കാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇപ്പത്തെ സബ്സിഡി നിരക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏകദേശം 3-4 വർഷം മാക്സിമം. അതുകൊണ്ട് തന്നെ നമുക്ക് അതെ എനിക്ക് ഇപ്പൊ ചെലവായ തുക എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. പിന്നെ നമുക്ക് KSEBിയിൽ കുറച്ച് മറ്റേ ഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ചിലവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബൈഫേഷ്യൽ പാനലാണ്. രണ്ട് സൈഡും നമുക്ക് പിന്നെ കിട്ടുന്ന രീതിയിലുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 15 യൂണിറ്റ് കിട്ടാൻ കാരണം എനിക്ക് തോന്നുന്നു. അതെ, നോർമൽ മോണോപ്പർക്ക് നമുക്ക് വെച്ച സൈറ്റുകളിലും മാക്സിമം നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്, ഇതുപോലെയല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് മാക്സിമം 15 യൂണിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെച്ചപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ 3 കിലോവാട്ടിനെയാണ് സെയിം ഏകദേശം. പക്ഷെ അവിടെ കുറച്ചും കൂടി രീതിയിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇത്രയ്ക്കും ഇതില്ല. അവിടെ ഏകദേശം 15, ചില ദിവസങ്ങളിൽ 19, 18, 19 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ബൈഫേഷ്യൽ വെച്ചുകൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തുള്ള അദാനിയുടെ ബൈഫേഷ്യൽ പാനൽ, അദാനിയുടെ ബൈഫേഷ്യൽ പാനലാണ് ഉപയോഗിച്ചാണ്. പിന്നെ ഇൻവെർട്ടർ ആണ് UTL സോളാറിന്റെ ആണ്. 10 വർഷത്തെ റീപ്ലേസ്മെന്റ് സൈറ്റ് വാറന്റി ആണ്. അപ്പൊ അങ്ങനെ ഒരു ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ മറ്റുള്ളവരൊക്കെ ഈ 1.46 എന്നൊക്കെ പറയുന്ന എമൗണ്ട് ഒക്കെ അതിനാണ് ചെയ്തു വരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ 3 വർഷമോ 5 വർഷമൊക്കെയാണ് ഇതിനകത്ത് ഇൻവെർട്ടർ വാറന്റി വരുന്നത്. ഇതിനൊറ്റയ്ക്കല്ല, അധികം മോണോപ്പർക്ക് നോർമൽ മോണോപ്പർക്ക് പാനലാവും അധികം ആ ഒരു സിസ്റ്റം ഒക്കെ അവർ. അതെ നോർമൽ മോണോപ്പർക്ക് പാനലാണ്. അല്ല, ആ ഒരു പാനൽ വെച്ചിട്ട് നമുക്കും ആ റേറ്റിനൊക്കെ അതിലും കുറച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഞാൻ ഹാപ്പിയാണ്. വർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രെയിം ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തുരുമ്പൊന്നും എടുക്കില്ലാത്ത രീതിയിൽ തന്നെയാണ് ഫ്രെയിം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം, അത്ര ഹൈറ്റ് ഉള്ളത് ഈ ഭാഗം കാര്യം. അതെ, ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ സൗകര്യമാണ്. നമുക്കിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അതിൽ നിന്ന് വെള്ളം എടുത്ത് പിന്നെ കുറച്ച് പൊടി പിടിക്കണമെന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് നിലവിൽ. പിന്നെ നമ്മുടെ റോഡ് തൊട്ട് ചേർന്ന് റോഡുള്ളത് കാരണം ഈ റോഡിൽ മുഴുവൻ പൊടിയാണ്. ആ പൊടി വണ്ടി പോകുമ്പോൾ ഇങ്ങനെ പറന്നു തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്ന് ഈ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് നിലവിലുള്ളത്. അത് ഞാനിപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാനുള്ള സൗകര്യം സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ പാനൽ ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബൈഫേഷ്യൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ്. അദാനിയുടെ 545 വാട്ട്സിൻ്റെ പാനലാണ്. DCR പാനലാണ്. നമ്മൾ സബ്സിഡിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പാനലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് സൈറ്റുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷനും കാര്യമായിട്ട് തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ VOCയും അതുപോലെ തന്നെ ആംബിയറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കാം. 545 വാട്ട്സിൻ്റെ പാനലാണ്. M10 സീരീസിൽ വരുന്നത് തന്നെയാണ്. ഇതിൻ്റെ VOC 49.6. അതുപോലെ തന്നെ ആംബിയർ വരുന്നത് 13.57. അതുപോലെ തന്നെ VMP 41.89, IMP വരുന്നത് 13.04.
545 വാട്ട്സിൻ്റെ 6 പാനൽ വെച്ചിട്ട് ഏകദേശം 3300 വാട്ട്സിൻ്റെ അടുത്ത് ടോട്ടൽ പാനൽ വാട്ട്സ് വരുന്നുണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്, മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ. നല്ല രീതിയിൽ നമ്മളതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ ലിമിറ്റഡ് ഏരിയ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു സെറ്റ് ചെയ്ത് ഒറ്റ സെൻറ്ററിൽ തന്നെ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വന്നിട്ടുള്ള സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10-10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1.5 യൂണിറ്റാണ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് സൂര്യന് കുറച്ച് സമയമായിട്ടുള്ള പ്രൊഡക്ഷൻ കറക്റ്റ് കിട്ടില്ല കൊടുത്തിട്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ഫസ്റ്റ് ദിവസം 15 യൂണിറ്റ്, പിന്നെ 14 യൂണിറ്റ് ആ റേഞ്ചിലേക്കൊക്കെ ഒരു ആവറേജ് നമുക്ക് എന്തായാലും 12 to 15 ഉള്ളിൽ പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ കറണ്ട് പോകുന്ന പ്രശ്നങ്ങളും പറ്റ കാര്യങ്ങൾ കൂടുതൽ വരുന്ന ഡിമ്മായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. എന്നാലും ആവറേജ് നമുക്ക് ഇവിടെ സൈറ്റ് നോക്കിയിരുന്ന ഇൻസ്പെക്ഷൻ ചെയ്തവർ പറഞ്ഞിരുന്നത് 8 യൂണിറ്റ് 10 യൂണിറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പാനലൊക്കെ വെച്ച് ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ. സ്ട്രക്ചർ അറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ലൈറ്റിങ് അറസ്റ്റും കാര്യങ്ങളും കൊടുത്ത്, ISI മാർക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും എർത്തിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ലൈറ്റിങ് അറസ്റ്ററിൻ്റെ എർത്തിങ് ഈ താഴെ തന്നെ കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ ലൈറ്റിങ് അറസ്റ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ACDB DCDB അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്തൊക്കെ തൊട്ടപ്പുറത്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡീറ്റെയിൽസൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ പാനലിരിക്കുന്നത് ടോപ്പിലാണ്. അവിടെ നിന്ന് നമ്മൾ DC കേബിള് കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ എർത്തും കാര്യങ്ങളും ലൈറ്റിനിങ് തൊട്ടപ്പുറത്താണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കി DC കേബിളൊക്കെ ഇറക്കി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇൻവേർട്ടറും അതുപോലെ തന്നെ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻവേർട്ടർ യൂട്ടിൽ സോളാറിൻ്റെ 3.3 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ, DC കേബിള് ഡയറക്റ്റ് ഇറങ്ങി ഈ കേബിൾ ട്രെയിൽ അങ്ങനെ കൊണ്ടുവന്ന് ഹാവൽസിൻ്റെ പ്രീമിയം ബോക്സോട് കൂടിയുള്ള ACDB, അതുപോലെ തന്നെ ഇത് DCDB, DC ബ്രേക്കർ ഉണ്ട്, SPD ഉണ്ട്, ഫ്യൂസ് ഉണ്ട്. സെപ്പറേറ്റ് നമ്മൾ അറുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ACDB സെപ്പറേറ്റ് SPDക്ക് അറുത്ത് കൊടുത്തിട്ടുണ്ട്. 2 കേബിൾ നമുക്ക് ഹാവൽസിൻ്റെ തന്നെ DC കേബിൾ വെച്ച് സിംഗിൾ സ്ട്രിങ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈഫൈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല, നെറ്റ് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ നോക്കാം. ഇപ്പോൾ 10:48 സമയമായിട്ടുള്ളത്. E2യുടെ 2.1 യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 46 യൂണിറ്റ് ഇൻവേർട്ടറിൽ കാണിക്കുന്നത്. നമുക്ക് ഏകദേശം 3 യൂണിറ്റും ഡിഫറൻസ് വരുന്നുണ്ട് ഇൻവേർട്ടറിലും നമ്മുടെ മീറ്ററും തമ്മിൽ. ഏകദേശം 43 യൂണിറ്റ് പ്രൊഡക്ഷൻ ടോട്ടൽ നമുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുമ്പോൾ വരുന്ന വാട്ട്സ്, വോൾട്ട്, ആംബിയർ ഡീറ്റെയിൽസൊക്കെയാണ്. എർത്ത് വെഞ്ച് കൊടുത്ത് സ്ട്രക്ചർ എർത്തും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പോയിട്ട് അപ്പോൾ അത്രയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. 3.3യുടെ ഇൻവേർട്ട് സീരീസ് 3.3യുടെ ഇതിൻ്റെ സ്പെക്ക് 4290 വാട്ട്സ് വരെ മാക്സിമം നമുക്ക് പാനൽ വാട്ട്സ് കൊടുക്കാം. 500 VOC വരെ, 550 മാക്സിമം വോൾട്ടേജ് DC വോൾട്ട് വരുന്ന 550 VOC വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള. നല്ല വൃത്തിയായിട്ട് നമ്മളതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് AC നമ്മുടെ ജനറേഷൻ മീറ്റർ ജനസിൻ്റെ നിലവിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാൽപ്പത്തിമൂന്ന് യൂണിറ്റാണ് നമുക്കിപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് നെറ്റ് യൂണിറ്റ് എത്ര ഉണ്ടാവും നോക്കാം. മുപ്പത്തേഴ് യൂണിറ്റ് എക്സ്പോർട്ട്, 22 യൂണിറ്റോളം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് 15 യൂണിറ്റാണ് നെറ്റ് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അത്രയാണ് ഈ ഒരു സിസ്റ്റത്തിന്. അതിന് നമുക്ക് ഇതിൻ്റെ എർത്തും കാര്യങ്ങളൊക്കെ നോക്കാം. എർത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കട്ടയുടെ അടിയിലൂടെ കൊണ്ടുവന്ന് എർത്ത് ചാമ്പറൊക്കെ വെച്ചിട്ട് ഒരെണ്ണത്, പിന്നെ ഒരെണ്ണം താഴെ 1, 2, പിന്നെ മൂന്നാമത്തെ ഒരെണ്ണത്, പിന്നെ വരുന്നത് തൊട്ട് ഈ സ്ട്രക്ചറിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് നമ്മളെ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ 4ാമത്തെ എർത്ത് കൊടുത്തുള്ള. ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ എർത്തും കൊടുത്തിട്ടുണ്ട് നേരെ താഴെ. ഫ്രണ്ട്സ്, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു 3 kW 3.3യുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് 3 kW ഓൺ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.